അതിരപ്പള്ളി ആനക്കയത്ത് സ്വകാര്യ ബസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. കാട്ടിൽ മറഞ്ഞിരുന്ന കാട്ടാന പെട്ടെന്ന് ബസിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ബസ് വേഗത്തിൽ മുന്നോട്ടെടുത്തതിനാൽ അപകടം ഒഴിവായി. 15 മിനിറ്റോളം റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനയെ വനപാലകർ തുരത്തി. കാട്ടാന ബസിന് നേരെ പാഞ്ഞെടുക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 15 മിനിറ്റോളം പിന്നീട് ഈ കാട്ടാന ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. പിന്നീട് വനപാലകർ ഇതിനെ തുരത്തിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ആനയെ തുരത്തിയെന്ന് ഉറപ്പാണല്ലോ അല്ലേ? എന്താണ് സംഭവിച്ചത്? ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മലക്കപ്പാറയിൽ നിന്ന് ഈ ആനക്കയത്തേക്ക് വരുന്ന ഭാഗത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാട്ടിൽ മറിഞ്ഞിരുന്ന ശേഷം പെട്ടെന്ന് ഈ ബസ് വരുന്ന സമയത്ത് റോഡിന് കുറുകെ വരികയായിരുന്നു. 15 മിനിറ്റിലധികം നേരം ഈ ബസ് ആന തടഞ്ഞിട്ടു. ആ സമയമെല്ലാം ആന റോഡിൽ നിലയുറപ്പിച്ച രീതിയിലായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഈ 15 മിനിറ്റുകൾക്ക് ശേഷം ആന റോഡിന്റെ അരികിലേക്ക് മാറിയ സമയം ഈ ബസ് ഡ്രൈവർ തന്ത്രപൂർവ്വം ബസ് മുന്നോട്ടെടുക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളിലും കാണാം. ആന സൈഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ബസ് മുന്നോട്ടെടുക്കുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അങ്ങനെ ബസ് ഡ്രൈവർ ഒരു സമയോചിതമായ ഇടപെടൽ കൊണ്ട് ആനയ്ക്ക് മുന്നിൽ നിന്ന് ബസ് ഓടിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നീട് വനപാലകരെത്തി റോഡിനരികിൽ നിന്ന് ആനയെ പിന്നീട് അവിടെ നിന്ന് തുരത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആന മദപ്പാടിലാണുള്ളതെന്നും ചെറിയ സൂചനകൾ വരുന്നുണ്ട്. എന്തായാലും അത്തരം പരിശോധനകളിലേക്കെല്ലാം വനംവകുപ്പും കടന്നിട്ടുണ്ട്. എന്തായാലും പ്രദേശത്ത് നിന്ന് ആനയെ കാട്ടിലേക്ക് തുരത്തി എന്നുള്ളതാണ് വനംവകുപ്പ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്ന വിവരം. കാട്ടാനയുടെ ആക്രമണത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപാണ് അവിടെ ഒരാൾ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് വനംവകുപ്പ് നൽകിയിട്ടുള്ളത്? തീർച്ചയായും പ്രവിത, ഇതിന് സമീപത്ത് തന്നെയാണ് കഴിഞ്ഞ തവണ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ച വാച്ചുമരം കോളനി ഉള്ളത്. അതിനരികത്തായാണ് ഇപ്പോൾ ഈ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആന ജനവാസ മേഖലയിലേക്കും അതുപോലെ തന്നെ ഈ റോഡിലേക്കും ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ, അതായത് പ്രത്യേക നിരീക്ഷണമെല്ലാം തന്നെ ഈ വനംവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വനംവകുപ്പിന്റെ വാച്ചർമാരോട് നിലവിൽ ഈ മേഖലയിൽ തുടരാനും ആനയ്ക്ക് നിരീക്ഷണം ഏർപ്പെടുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആനയ്ക്ക് മദപ്പാടിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ കുറച്ച് ഗൗരവത്തോടു കൂടി വിഷയത്തെ കൈകാര്യം ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ മലക്കപ്പാറ അതിരപ്പള്ളി പ്രധാന പാതയാണ്. ഒത്തിരി വിനോദസഞ്ചാരികൾ അടക്കം കടന്നു വരുന്ന മേഖലയാണ്. അങ്ങനെ ബസ്സിനകത്ത് നിറയെ ആളുകളുമായി പോകുന്ന സമയത്താണ് ഈ ആന റോഡിന് കുറുകെ നിന്ന് ഈ വാഹനം തടയുന്നത്. 15 മിനിറ്റിലധികം നേരം ഈ ആന ഈ ബസ് തടഞ്ഞിട്ടു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം ആന ഈ റോഡിനരികിലേക്ക് മാറുന്നു. ആ സമയത്ത് ബസ് ഡ്രൈവർ തന്ത്രപൂർവ്വം ബസ് മുന്നോട്ടെടുക്കുകയായിരുന്നു. ആ സമയം ആന ബസ്സിന് പുറകെ ഓടി വരുന്നതും നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പക്ഷേ പിന്നീട് ഇവരറിയിച്ചത്, ബസ് ജീവനക്കാരെല്ലാം അറിയിച്ചതനുസരിച്ച് വനംവകുപ്പിന്റെ ജീവനക്കാർ അവിടെ എത്തുകയും ഈ റോഡിൽ നിന്ന് ആനയെ കാട് കയറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായും കാട് കയറി എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ആന ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ജനവാസ മേഖലയിലേക്കും റോഡിലേക്കും ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ട ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ശരി, സൂരജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആന പൂർണ്ണമായും കാട്ടിലേക്ക് മടങ്ങി എന്ന് പറയാനാകുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. പക്ഷേ വനംവകുപ്പ് ഇതിനെ കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട്. താനും ഏത് നിമിഷവും ഇത് തിരിച്ചിറങ്ങി വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ മേഖലയിൽ തുടർച്ചയായി ഇത് ആനയുടെ ആക്രമണം പതിവാവുകയാണ്. എന്തായാലും ഈ മേഖലയിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക, ഈ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കുക എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അതിരപ്പള്ളി ആനക്കയത്താണ് സ്വകാര്യ ബസ്സിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. കാട്ടിൽ മറഞ്ഞിരുന്ന കാട്ടാന പെട്ടെന്ന് ബസ്സിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.